ജർമ്മനിയിലെ ബെർലിനിൽ വെച്ച് സിന്ദ്രി സ്വദേശിയായ യുവാവ് സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചു. ഇതൊരു കൊലപാതകമാണെന്നും കൊലപാതകി ആ യുവാവിന്റെ ഭാര്യ തന്നെയാണ് എന്ന ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യുവാവിന്റെ കുടുംബാംഗങ്ങൾ. എന്താകും അത്തരമൊരു ആരോപണം അവർ ഉന്നയിക്കാനുണ്ടായ കാരണം? ജർമ്മനിയിലെ ബെർലിനിൽ ജൂലൈ 5-നാണ് തൂഫാൻ മിശ്ര എന്ന യുവാവ് സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗം ഭാര്യയ്ക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. ഞായറാഴ്ച ഗാന്ധി സേവാ സദാനിൽ നടന്ന പത്രസമ്മേളനത്തിൽ മരിച്ചയാളുടെ സഹോദരൻ ആകാശ് കുമാർ മിശ്രയും പിതാവ് തപൻ മിശ്രയുമാണ് മരിച്ച തൂഫാൻ മിശ്രയുടെ ഭാര്യയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. കൂടാതെ തൂഫാൻ മിശ്രയുടെ മൃതദേഹം ധൻബാദിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ നടത്തണമെന്ന ആവശ്യവും വീട്ടുകാർ ഉന്നയിക്കുകയുണ്ടായി. സംഭവത്തെപ്പറ്റി വിദേശകാര്യ മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും ധൻബാദ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും രേഖാമൂലം അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബം. അപേക്ഷ പ്രകാരം ജർമ്മനിയിൽ ജോലി ചെയ്തിരുന്ന തൂഫാൻ മിശ്ര മരണത്തോട് മല്ലിടുകയാണെന്ന് 2026 ജൂലൈ 5-ന് വൈകുന്നേരത്തോടെ ഭാര്യ സുവാസ്മിത മിശ്ര അറിയിച്ചുവെന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ തന്റെ സഹോദരനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളോ ആശുപത്രി രേഖകളോ സുവാസ്മിത പങ്കുവയ്ക്കുന്നില്ലെന്നും വിവരങ്ങൾ വഴിതിരിച്ചു വിടുകയാണെന്നും ഇത് കൊലപാതകമാണെന്ന് ശക്തമായി സംശയിക്കുന്നതായും കുടുംബം ആരോപിക്കുന്നു. ഒപ്പം തൂഫാന്റെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ചും അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. हमारे भैया जर्मनी में काम करते थे, 12 साल से वो उस जगह में पोस्टिंग है. उनकी 7 साल पहले उनकी शादी हुई है, लव मैरिज. भाभी हमारे उड़ीसा की है, अलग अलग कंपनी में जॉब करते हैं. और हमारा पिछले साल हमारे माताजी का देहांत हुआ था. पिछले साल हमारे भैया आए हुए थे. माताजी भैया हमारा सब चीज़ का उत्तरदायी वही थे. हमारा सारा चीज़, हमारा एज ए गार्जियन पापा का स्थिति, मानसिक स्थिति ठीक नहीं है. आज हमारा पापा 4 महीना पहले हमारे भैया उनको ले जाने का जर्मनी में चेष्टा कर रहे थे कि हमारे पापा वहाँ पे जाएंगे. 5 तारीख को फोन आया उनका वाइफ का कि देखिए आपका लड़का कुछ बात नहीं कर रहा, दरवाजा बंद करके रखा है. ബെർലിനിലെ ഇന്ത്യൻ എംബസിക്ക് വേണ്ടി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഔദ്യോഗിക സന്ദേശം ലഭിച്ചതായും തൂഫാൻ മിശ്രയുടെ അന്ത്യകർമ്മങ്ങൾ 2026 ഓഗസ്റ്റ് 4-ന് ജർമ്മനിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പ്രാദേശിക അധികാരികളോട് പറഞ്ഞതായും ആകാശ് മിശ്ര പറയുന്നു. നിലവിൽ തൂഫാൻ മിശ്രയുടെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൂഫാൻ മിശ്രയുടെ മൃതദേഹം സിന്ദ്രിയിലെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യൻ സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ഉടൻ ഇടപെട്ട് നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതോടൊപ്പം തന്നെ ജർമ്മനിയിലെ ചൈൽഡ് വെൽഫെയർ ഓർഗനൈസേഷനെയും ഇന്ത്യൻ എംബസിയെയും സഹായത്തോടെ 8 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷമായി ജർമ്മനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ തൂഫാൻ മിശ്ര. അവിടെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു ഇയാൾ. ഏകദേശം 5 വർഷം മുൻപ് ഒഡീഷ നിവാസിയായ സുവാസ്മിത മിശ്രയെ അദ്ദേഹം വിവാഹം കഴിക്കുകയായിരുന്നു. വിവാഹശേഷം അവർ ജർമ്മനിയിൽ തന്നെയായിരുന്നു തുടർന്നിരുന്നത്. അതിനിടെയാണ് തൂഫാൻ പടിക്കെട്ടിൽ നിന്ന് വീണെന്നും അതിനെ തുടർന്ന് അയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇത് തലച്ചോറിൽ രക്തസ്രാവമുണ്ടാക്കിയതായും അതുകൊണ്ട് തന്നെ അയാളുടെ ജീവൻ അപകടത്തിലാണ് എന്നുമുള്ള വിവരം സുവാസ്മിത തൂഫാന്റെ കുടുംബത്തെ അറിയിക്കുന്നത്. ദമ്പതികൾക്കിടയിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നതായി മരിച്ചയാളുടെ കുടുംബം അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.